ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീല ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഓട്സ് കൊണ്ടൊരു വെറൈറ്റി വിഭവമാണ് ഉണ്ടാക്കുന്നത്. പഴവും ഓട്സും ഉണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗള് റാഗിപ്പൊടി, ഓട്സ് എന്നിവ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓട്സ് പൊടിച്ചെടുക്കാൻ, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ഓട്സ് പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് റാഗിപ്പൊടി കൂടി ചേർത്ത് നമുക്ക് കുറച്ച് എള്ളു കൂടി ചേർക്കണം. നല്ല ടേസ്റ്റ് കിട്ടാനും ഹെൽത്തിയുമാവും. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണ മുകളിലൊന്ന് തൂവി കൊടുക്കണം. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അടച്ച് വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയതും പഴവും വേണം. ഇനി നമ്മളൊരു പാന് സ്റ്റൗ ഓൺ ചെയ്ത് നമ്മൾ നെയ്യ് ചൂടായ ശേഷം ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കണം. തേങ്ങ ചിരവിയത് ഒരു മുറി തേങ്ങയാണ് ഇത്. അപ്പോൾ ഇനി നന്നായിട്ട് വാട്ടിയ ശേഷം നമുക്കിതിലേക്ക് പഴം കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയത് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറായി. അപ്പോൾ ഇനി നമുക്ക് ഒരു വാഴയിലയിൽ നമ്മുടെ മാവ് പരത്തിയെടുത്ത് ഇതിലേക്ക് ഫില്ലിങ് കൂടി ചേർത്ത് ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്കിത് ഒരു സ്റ്റീം പാത്രത്തിൽ വെക്കാം. അപ്പോൾ ഇതിനായിട്ട് രമ്പോലയും കറുവപ്പട്ടയുടെ ഇലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടാനും മണം കിട്ടാനൊക്കെയാണ്. അപ്പം നമ്മുടെ ഡിഷ് റെഡിയായി. അടിപൊളി ഡിഷാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു അടിപൊളി പലഹാരമാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.